നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. ഇതുവരെ 5.38 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. അന്തിമ വോട്ടർ പട്ടിക ജനുവരി 20 പ്രസിദ്ധീകരിക്കും. നവംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പേര് ചേർക്കാൻ ഇതുവരെ ലഭിച്ചത് 5,38,309 അപേക്ഷകളാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ തുടരും. ഡിസംബർ 31 ശേഷം ചേർക്കുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിക്ക് 10 ദിവസം മുമ്പ് വരെ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും അവസരമുണ്ട്. വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്പ് വഴിയും പേര് ചേർക്കാം. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് www.ceo.kerala.gov.in വെബ്സൈറ്റ് വഴിയും പരിശോധിക്കാം. 2021 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് തികയുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. അർഹരായ എല്ലാവരും പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങളിൽ നിയമാനുസൃത മാറ്റങ്ങൾ വരുത്താനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക പ്രകാരം 2,63,887 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 25,041 പോളിംഗ് സ്റ്റേഷനുകളാണ് നിലവിലുണ്ടായിരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളിൽ വർധനവുണ്ടാവും. 1,500ഓളം അധിക ബൂത്തുകൾ ഇത്തവണ വേണ്ടിവരും. ബൂത്തുകൾ വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ വിന്യാസവും അധികം വോട്ടിംഗ് മെഷീനുകളും ആവശ്യമായി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി 51,000-ലധികം വോട്ടിംഗ് മെഷീനുകൾ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളതിനു പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലും മെഷീൻ ലഭ്യമായിട്ടുണ്ട്. മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന 28 മുതൽ വിവിധ ജില്ലകളിൽ നടന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജില്ലകളിൽ മെഷീൻ പരിശോധനകളിൽ പങ്കെടുക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. 80 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും പോസ്റ്റൽ വോട്ടിനുള്ള സൗകര്യവും ഒരുക്കും. ജില്ലകളിൽ കലക്ടർമാരോട് ഇവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV ന്യൂസ്.